മാർക്ക് ആൻ്റണിക്ക് ശേഷം ആദിക് രവിചന്ദ്രൻ തല അജിത്തിനെ വെച്ച് ചെയ്ത ഒരു ഫാൻ ബോയ് പടമാണ് ഗുഡ് ബാഡ് അഗ്ലി. ഫാൻസിന് തിയേറ്ററിൽ ആഘോഷിക്കാനുള്ള അജിത്തിൻ്റെ റെഫറൻസുകൾ, സ്വാഗ്, പരിപാടികൾ, അത് കുറേ ദിവസമായിട്ട് അജിത്തിനൊരു വയ്യാത്ത വലത്തെ ഒരു അജിത്തിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഈവൻ ലാസ്റ്റ് ഇറങ്ങിയ മറ്റേ വിടാമയിലർച്ചിൽ ഉൾപ്പെടെ ഇതിൽ പല ഗെറ്റപ്പിൽ പല ഏജിൽ അജിത്തിനെ കാണിക്കുന്നുണ്ട്. എല്ലായിടത്തും നല്ല ഗംഭീരമായിട്ട് അതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലുക്ക്, സ്വാഗ്, പരിപാടികൾ എല്ലാം ഉണ്ട്. ഉടനീളം സിനിമയിലുണ്ട്. ഫാൻസിന് തിയേറ്ററിൽ കുറേ ദിവസത്തിന് ശേഷം ആഘോഷിക്കാനുള്ള മൊമെൻറ്റ്സ് ഈ സിനിമ തന്നിട്ടുണ്ട്. ഇതൊരു ടെംപ്ലേറ്റ് മാസ് മസാല സ്പൂഫ് പടമാണ്. ഇതിൽ വലിയ കഥയോ തേങ്ങയോ ഒന്നുമില്ലടേ. കഥയൊന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു എലിവേഷനോ പരിപാടികളോ ഒന്നുമില്ല. പിന്നെ സ്പൂഫ് ആയതുകൊണ്ട് ലോജിക്കും ഇല്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോഴേക്കും എനിക്ക് ഫസ്റ്റ് ഹാഫ് ഞാൻ പോയത് പോലും അറിഞ്ഞില്ല. പൊട്ടേന്ന് പറഞ്ഞിട്ട് പടം അങ്ങ് ഇന്ന് ഇൻ്റർവൽ ബ്ലോക്കായി. ഇത് എന്തോ നടയത്, സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്ന് വിചാരിച്ചു. പടം ലൗഡാണ്, ലാർജർ ദാൻ റിയൽ ലൈഫ് ആണ്. മറ്റേ നമ്മളെ മാർക്ക് ആൻ്റണി കണ്ടവർക്ക് അറിയാം. അതുപോലത്തെ ഒരു ലൗഡ് പടം. അതൊന്നും വർക്കാവാത്തവർ ഈ ഏരിയയിൽ പോലും പോകരുത്. അതൊക്കെ കണ്ടിട്ടുള്ളവർക്ക് തിയേറ്ററിൽ ഒരു തവണ വന്നിരുന്ന് കാണാനുള്ള സ്റ്റഫ് പടത്തിലുണ്ട്. ഒരുപാട് റെഫറൻസുകളാണ് ഈ പടത്തിൻ്റെ കളി. കുറേയൊക്കെ നല്ല കിടിലായിട്ടുണ്ട്. പഴയ പാട്ടുകളൊക്കെ കൊണ്ടുവരുന്നത് കുറേ ഇടത്തൊക്കെ കൊള്ളായിരുന്നു. കുറേ ഇടത്ത് പിന്നെ ഈ ആദ്യ പാട്ടറ എന്തിനാ ഇത്രയും പാട്ടുകൾ കൊണ്ടുവരണം എന്നൊക്കെ തോന്നിപ്പോയി. എന്നാലും കുറേ റെഫറൻസ് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഫ്ലാഷ് ബാക്ക് പറയണ ഒരു സംഭവമുണ്ട്, നമ്മുടെ ഷൈൻ ടോം ചാക്കോ. അവിടെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നത് അത് ബ്രില്യൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. തിയേറ്ററിലൊരു ഹൈ അവിടെ വന്നിട്ടുണ്ട്. അജിത്തിനോടൊപ്പം തന്നെ അർജുൻ ദാസ് വില്ലൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവൻ്റെ ഒരു ഇതുവരെ കാണാത്ത ഒരു സംഭവമാണ് അർജുൻ്റെ മറ്റേ സൗണ്ടൊക്കെ വെച്ചിട്ടുള്ള പാട്ടൊക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു. തുടക്കമൊക്കെ ഹെവി ബിൽഡപ്പ് ആയിരുന്നു. പിന്നെ ക്യാരക്ടർ അങ്ങ് വീക്കായി പോകുന്നില്ല. ബേസിക്കലി ഈ പടത്തിന് ഇതൊരു സ്പൂഫ് പടമാണ്. കോമഡി വില്ലനാണ്. ടെററായിട്ടുള്ളൊരു വില്ലൻ്റെ ഒരു അഭാവം ഉണ്ടായിരുന്നു. വില്ലൻ ക്യാരക്ടർ അത്ര. പിന്നെ മറ്റേ ജാക്കി ഷറാഫ് ഉണ്ട്. വെറുതെ എന്താ ജാക്കി ഷറാഫിനെ കൊണ്ടിട്ടിരിക്കുന്നത്. അവിടുത്തെ ഇതൊന്നും ഇല്ല. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ഇത് എങ്ങനെയും ഓട്ടിച്ചുകൊണ്ട് പോവുക. ഇതൊരു തട്ടിക്കൂട്ടി ചെയ്ത് വെച്ച സ്ക്രിപ്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. അജിത്തിനെ പ്രസൻറ്റ് ചെയ്യുക, ഫാൻസിന് ആഘോഷിക്കുന്ന സാധനങ്ങൾ കൊടുക്കുക, അത് മാത്രമായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം എന്നുള്ളത്. അത് ഇതിൽ വർക്കൗട്ടായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് പോകെ പിന്നെ അങ്ങോട്ട് ഇതെന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. അവിടെ ഒരു ഹൈ തരാനോ ഒരു സംഭവം ഒന്നുമില്ല. പക്ഷേ അവിടെയും ഫാൻസിന് കൈയടിക്കാനുള്ള 1-2 സാധനങ്ങൾ അവിടെ ഇട്ടിട്ട് പോകുന്നുള്ളതുകൊണ്ട് ഫാൻസിന് ആഘോഷിക്കാൻ പറ്റണ, അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരിക്കൽ തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഞാൻ മറ്റേ മാർക്ക് ആൻ്റണിയുടെ ഡയറക്ടർ ആയതുകൊണ്ട് അജിത്തിനെ വെച്ചിട്ട് മങ്കത്തയിലേക്ക് അജിത്തൊക്കെ വെച്ചിട്ട് ഒരു സാധനം അയാൾ ചെയ്യുമ്പം അത് ഫാൻ ബോയ് ആകുമ്പോൾ ഒരു ഗംഭീര സാധനം, ഒരു പേട്ട പോലത്തെ സാധനങ്ങളൊക്കെ പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് ഓക്കെ ആയിരുന്നു. നല്ല ത്രൂ ഔട്ട് എൻഗേജ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോയത്. അതുപോലെ ജി.വി. പ്രകാശ് കുമാർ ആസ് യൂഷ്വൽ കലക്കിയിട്ടുണ്ട്. പടത്തിൻ്റെ CGI ഇപ്പം രാവിലെ ഒരു മലയാള സിനിമ കണ്ട്, ബസൂക്ക ഉണ്ട്. ഇപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും മലയാള സിനിമ എന്തുമാത്രം ബെറ്ററായിട്ടാണ് CGI ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഭയങ്കര പെർഫെക്ഷൻ എന്നല്ല, പക്ഷേ തമിഴ് ഇത്രയും ബിഗ് ബഡ്ജറ്റ് പടം വരുമ്പോൾ ഇതിലുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളത് അത്രയും നന്നായിട്ട് ചെയ്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിങ്ങനെ അവസാനത്തെ ഒരു ബ്ലാസ്റ്റ് പരിപാടിയൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ടായില്ല. പിന്നെ തൃഷ കൃഷ്ണനുണ്ട്, എപ്പോഴും പരിഭവമായിട്ട് നടക്കുന്ന ഒരു നായിക. അതും ഒരു ലൗഡ് കഥാപാത്രമാണ്. പലയിടത്തും ഓവറായിട്ട് എനിക്ക് തോന്നി. ഉഷ ഉതുപ്പേടയ്ക്ക് എപ്പോഴും വന്നിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ രാഹുൽ ദേവ് തുടക്കത്തിലുണ്ട്. ആളെ പറയാം, നമ്മൾ സ്നൈപ്പർ ഇട്ട് വെടിവെച്ചാൽ ഒരിക്കലും ആൾ ചാവാത്ത ഒരു വില്ലനുണ്ടല്ലോ. എന്നിട്ട് ലാസ്റ്റ് നായകൻ്റെ വെടി കൊണ്ട് ചാണമില്ല. ഇളയിൽ വെടിവെക്കുന്നില്ല, പക്ഷേ കുറച്ചേ ഉള്ളൂങ്കിൽ അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ റെഡിൻ കിൻസ്ലി, പിന്നെ പ്രസന്ന നല്ലൊരു റോളുണ്ടായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രഭു, പ്രിയ വാര്യർ, സിമ്രാൻ, സുനിൽ, KGF അവിനാഷ്, ഇവരൊക്കെയാണ് പിന്നെ അഭിനയിച്ചിരിക്കുന്നത്. എല്ലാവരും ലൗഡായിട്ടുള്ള വേറൊരു പാരലൽ യൂണിവേഴ്സ് പോലത്തെ ഒരു സംഭവം, ഒരു ഗ്യാങ്സ്റ്റർ പരിപാടിയാണ്, സ്പൂഫ് പരിപാടിയാണ്. അപ്പോൾ ഈ സ്പൂഫ് പടങ്ങളൊക്കെ ചുമ്മാ തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്കിത് വർക്കാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫോർ മീ എനിക്കൊരു ആവറേജ് പടമായിട്ടാണ് ഫീൽ ചെയ്തത്. കഥ കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ സാധനം വെറൈറ്റി പിടിച്ചിരുന്നെങ്കിൽ ഒരു ഹൈ ഉണ്ടാവുന്ന ഒരു മൊത്തത്തിൽ ഒരു മാഷപ്പ് പോലെ, അതായത് ഇൻസ്റ്റാ റീലൊക്കെ എടുത്ത് കൂട്ടിയിട്ട് തുടക്കമൊക്കെ നല്ല രസമായിരുന്നു. ഈ ബിൽഡപ്പ് ഫുൾ ബിൽഡപ്പാണ്. സെക്കൻഡ് ഹാഫും ബിൽഡപ്പ് മാത്രമേ പറഞ്ഞുള്ളൂ. ഫുൾ സീനും ബിൽഡപ്പ് ആകുമ്പോൾ നമ്മൾ അജിത്തിൻ്റെ ഒരു മാഷപ്പ് വീഡിയോ 2.5 മണിക്കൂറുള്ള അജിത്തിൻ്റെ ബർത്ത്ഡേക്കൊക്കെ മാഷപ്പ് വീഡിയോ ഇറക്കില്ല. ആ ഒരു വീഡിയോ തന്നെ ഒരു 2.5 മണിക്കൂർ തിരിച്ച് വെച്ച് അങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കഥയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിനിമ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.